സാമാന്യം ഭംഗിയായിട്ട് നടന്നു വന്നിരുന്ന ഒരേർപ്പാടായിരുന്നു നമ്മളുടെ സിവിൽ ഏവിയേഷൻ. വലിയ പരാതികളൊന്നും ആർക്കും ഇല്ലാതെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത് കാര്യമാക്കാതെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനൊരു പ്രധാന കാരണം ഇൻഡിഗോ എന്ന എയർലൈനായിരുന്നു താൻ. ഞാനും വല്ലപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പറ്റുമെങ്കിൽ ഇൻഡിഗോയിലേ പോകാറുള്ളൂ. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നു കഴിയുമ്പോൾ എയർ ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഇതുണ്ടല്ലോ സ്പൈസ് ജെറ്റ്, ഇതൊക്കെ ആശ്രയിക്കാറൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇൻഡിഗോയിൽ ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഒന്ന്, അവരുടെ പങ്ക്ച്വാലിറ്റി. ഒരിക്കലും അവരുടെ ഫ്ലൈറ്റുകൾ ലേറ്റ് ആവാറില്ല, ക്യാൻസൽ ആവാറില്ല. ബാക്കി സൗകര്യങ്ങളൊന്നും എന്നെപ്പോലെയുള്ള ഒരാൾക്ക് വലിയ കാര്യമൊന്നുമല്ല. അവർ തരുന്ന ചായയുടെ സ്വാദോ കാപ്പിയുടെ മധുരമോ ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഞാനൊന്നും മേടിച്ച് കുടിക്കാറുമില്ല. ലോ കോസ്റ്റ് ഫ്ലൈയിങ് എന്നൊക്കെ പറഞ്ഞാണ് ഇൻഡിഗോ തുടങ്ങിയതെങ്കിലും അത്ര ലോ കോസ്റ്റ് ഒന്നും അല്ല അവരുടെ ഏർപ്പാട്. അതും എനിക്കറിയാം. എന്നാലും അല്പം കാശ് മുടക്കിയാലും നമ്മളുടെ അത്യാവശ്യത്തിന് കൃത്യമായിട്ട് വിചാരിച്ച സ്ഥലത്ത് എത്തുമല്ലോ. അതാണല്ലോ നമ്മുടെ ആവശ്യം. അല്ലാതുള്ള പാരഫെർണയിലേക്കൊന്നും എന്നെ പോലെയുള്ളൊരു സാധാരണക്കാർക്ക്, നമുക്ക് ആർക്കും തന്നെ അതൊരു വിഷയമാവാറില്ല. അതുകൊണ്ട് അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. ഇൻഡിഗോ ചെറിയ കുസൃതിയും കാണിക്കാറുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിൻ ചെന്നൈ ഫ്ലൈറ്റ് ഇൻഡിഗോ 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഫ്ലൈയിങ് ടൈം കാണിക്കും. വാസ്തവത്തിൽ അത്രയൊന്നും ഇല്ല ടൈമിങ്. എന്നിട്ട് ചെന്നൈയിൽ നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ വീമ്പടിക്കും, ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു റീച്ച് ബിഫോർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ബിഫോർ ടൈം ഒന്നും അല്ല, അത് ടൈം കുറച്ച് കൂടുതൽ കാണിച്ചു എന്നിട്ട് നേരത്തെ എത്തി എന്ന് പറയുക. അത് ഒരു അത്ര നല്ല കാര്യമല്ലെങ്കിലും ഒരു കുസൃതിയായിട്ട് ഞാനങ്ങ് വിട്ടു. അതിനകത്ത് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗവൺമെൻറ് നേരത്തെ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിരുന്നു. ബുദ്ധിപൂർവ്വം എയർലൈൻസ് ദോഷവും വരരുത്, അതേസമയം റേറ്റിൽ ഞങ്ങൾക്കൊരു പിടുത്തമുണ്ട് എന്നൊക്കെ കാണിക്കാനായിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഫ്ലൈറ്റിന് എന്തോ 7,500 രൂപയോ 5,000 രൂപയോ മറ്റോ ക്യാപ്പ് ചെയ്തു. അപ്പോൾ 1 മണിക്കൂറിൽ താഴെയുള്ളതാണ് കൊച്ചി ബാംഗ്ലൂർ, കൊച്ചി ചെന്നൈ ഈ ഫ്ലൈറ്റുകളൊക്കെ. അതിനൊക്കെ ഇവർ 1.25 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കാണിക്കാൻ തുടങ്ങി. എങ്കിലല്ലേ ചാർജ് കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ശരി, അതുമൊക്കെ മനുഷ്യർ പോട്ടെ എന്ന് വെച്ചു, ജീവിച്ചു പോകണ്ടേ, ശരി ആയിക്കോട്ടെ. ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സായിട്ടുള്ള ആൾക്കാർ അവർ വലിയ ബിസിനസ്സുകാരാണ്, അവർക്ക് റേറ്റ് ഒരു പ്രശ്നമില്ല. നമ്പർ 2 രാഷ്ട്രീയക്കാരാണ്, സർക്കാരാണ് അവരുടെ ഫ്ലൈറ്റ് ഫെയർ കൊടുക്കുന്നത്, അവർക്കും പ്രശ്നമില്ല. പിന്നീടുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവർക്കും പ്രശ്നമില്ല, കാരണം സർക്കാർ കൊടുക്കുന്നതാണ്. പ്രശ്നം വരുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്കാണ്. നമ്മൾ വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കുമൊക്കെ പറക്കുന്നവരായതുകൊണ്ട് നമ്മൾ 10-500 രൂപ കൂടുതലാണെങ്കിൽ നമ്മളും പോട്ടെ എന്ന് വയ്ക്കുന്നു. ഇങ്ങനെ എയർലൈൻസ് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ തന്നെ എന്താ, വിചാരിച്ച സമയത്ത് വിചാരിച്ച സ്ഥലത്ത് എത്തുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് DGCA, നമ്മളുടെ അഹമ്മദാബാദ് അപകടത്തിന് ശേഷം DGCA ചില ചട്ടങ്ങൾ പുതുക്കി. ഫ്ലൈറ്റ് ടൈമിലുള്ള ചട്ടങ്ങൾ, ഫ്ലൈറ്റ് ഡ്യൂട്ടി റെഗുലേഷൻസ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്നത് പൈലറ്റുമാർക്ക് ആഴ്ചയിൽ 2 ദിവസം അവധി കൊടുക്കണം. ഇപ്പോൾ 1 ദിവസമേ ഉള്ളൂ, അത് 2 ദിവസം ആക്കണം. പൈലറ്റ് ഫറ്റീഗ്, പൈലറ്റുമാരുടെ ക്ഷീണം നമ്മളെ സുരക്ഷയെ ബാധിക്കുന്നൊരു കാര്യമാണല്ലോ, ആണ്. അതുകൊണ്ട് അത് ചെയ്യണം, ആഴ്ചയിൽ 2 ദിവസം അവർക്ക് അവധി കൊടുക്കണം. അതുകൂടാതെ അവർ ലീവ് എടുത്താൽ, ആഴ്ചയിൽ 1 ദിവസം, ബുധനാഴ്ച ഒരാൾ ലീവ് എടുത്തു, ഞായറാഴ്ച അയാൾക്ക് കിട്ടേണ്ട അവധിയുമാണ്. ബുധനാഴ്ച അത് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ ഞായറാഴ്ച എന്തിനാ എന്ന് ചോദിച്ച് അത് കൊടുക്കാതിരിക്കുന്നൊരു സമ്പ്രദായം എയർലൈൻസിലുണ്ടായിരുന്നു. അപ്പോൾ DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, പറഞ്ഞു അത് പാടില്ല, ലീവായിട്ടും ഓഫായിട്ടും കൂട്ടണം. ശരി. ഇതുകൂടാതെ നൈറ്റ് ലാൻഡിങ്, രാത്രി പറക്കൽ, രാത്രി ഇറങ്ങൽ, നൈറ്റ് ലാൻഡിങ് എന്നാണ് അതിന് പറയുന്നത്. അതിന് ഒരു ആഴ്ചയിൽ 5 നൈറ്റ് ലാൻഡിങ് വരെ ഒരു പൈലറ്റിന് കൊടുക്കുമായിരുന്നു. ആ ഡ്യൂട്ടി ശരിയല്ല, ആഴ്ചയിൽ 2 നൈറ്റ് ലാൻഡിങ്ങേ പാടുള്ളൂ.
അതിൽ കൂടുതൽ രാത്രിയിൽ ഇറങ്ങാൻ പാടില്ല. പിന്നെ രാത്രി എന്ന് വെച്ചാൽ എന്താ? രാത്രി 5 മണിക്ക് അവസാനിക്കുന്നു എന്നാണ് എയർലൈൻസ് കണക്ക് കൂട്ടിയിരുന്നത്. സർക്കാർ പറഞ്ഞു അത് പറ്റില്ല, 6 മണിയാണ് രാത്രി അവസാനിക്കുന്ന സമയം, നേരം പുലരുന്നത് 6 മണിക്കാണ്, അതുകൊണ്ട് 6 മണിയാക്കി കൂട്ടണം. ഇതിൻ്റെ എല്ലാം ഇഫക്റ്റ് എന്താ? പൈലറ്റുമാരുടെ എണ്ണം കൂട്ടണം. ഇപ്പോൾ സപ്പോസ് ഇൻഡിഗോ പറക്കുന്നത് കൊച്ചി, ഡൽഹി ലഖ്നൗ, പാറ്റ്ന കൽക്കട്ട ഗുവാഹത്തി, ബാക്ക് ടു കൽക്കട്ട ടു ചെന്നൈ ടു കൊച്ചി, ഇങ്ങനെ പറക്കുന്നു എന്ന് വയ്ക്കുക ഒരു പൈലറ്റ്. ഇതിൽ ഇങ്ങനെ ഡൽഹി പോയി പാറ്റ്ന വഴി കൽക്കട്ടയിൽ നിന്ന് ഗുവാഹത്തിയിലെത്തുമ്പോൾ ഇങ്ങനെയുടെ ഒരു ഡ്യൂട്ടി അങ്ങ് തീരും. അപ്പോൾ ഗുവാഹത്തിയിൽ അടുത്ത പൈലറ്റ് റെഡി ആയിരിക്കണം. അതിനർത്ഥം ഒരു എക്സ്ട്രാ പൈലറ്റിനെ റിക്രൂട്ട് ചെയ്യണം. ഇൻഡിഗോ ഒരു 60% മാർക്കറ്റ് ഷെയറുള്ള ആൾക്കാരാണ്. സകല റൂട്ടും പിടിച്ചിട്ടുണ്ട് ഇൻഡിഗോ. വളരെ വിചിത്രമായ റൂട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരിക്കൽ ഒരാവശ്യത്തിന് ദേവ്ഗഡിൽ നിന്ന്, അത് ഛത്തീസ്ഗഡിലാണ്, അവിടുന്ന് ബാംഗ്ലൂരേക്ക് ഫ്ലൈറ്റുണ്ട് ഇൻഡിഗോയുടെ. ഞാൻ അതിശയിച്ചു പോയി, എടാ ഇത് കൊള്ളാമല്ലോ, അവിടെ നേരെ ബാംഗ്ലൂർ വരിക, ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്ക് വരിക, അങ്ങനെ വരികയും ചെയ്തു ഞാൻ. അങ്ങനെ വിചിത്രമായ റൂട്ടുകളിലെല്ലാം തന്നെ ഇൻഡിഗോയ്ക്ക് ഫ്ലൈറ്റുണ്ട്. അതിൽ തെറ്റില്ല കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്, ചെയ്യേണ്ടതാണ്. ഭാരതത്തെ മൊത്തം കണക്ട് ചെയ്യണ്ടേ, അപ്പോഴല്ലേ ഭാരതമാകുന്നുള്ളൂ. അത് സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റൂട്ടുകൾ പിടിച്ചതുകൊണ്ട് ഇൻഡിഗോയ്ക്ക് ഒരുപാട് പൈലറ്റുമാരെ വേണം, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ് വേണം, ബാക്കി അനുസാരികളും കിടുതാപ്പുകളും ഒക്കെ വേണം. ഇതിനൊക്കെ കാശ് ചിലവില്ലേ? ഉണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ഈ നിർദ്ദേശം 2024, ഇൻഫാക്റ്റ് 2023 ഡിസംബറൊക്കെ ആയപ്പോൾ തന്നെ വന്നതാണ്. അത് സർക്കാരും വലിയ കാര്യമായിട്ട് എൻഫോഴ്സ് ചെയ്തില്ല, എയർലൈൻസും അത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ഇന്ത്യ അത് കാര്യമായിട്ട് എടുത്തു, അവരത് നടപ്പാക്കി. പിന്നെ ഈ സ്പൈസ് ജെറ്റ് അവർ നഷ്ടത്തിലായി ഊർധ്വൻ വലിച്ചൊക്കെ കിടക്കുകയാണ്, അവരും അത് നടപ്പിലാക്കി. പിന്നെയുള്ളത് ആകാശ എയർലൈൻസ്, അവരും അത് നടപ്പിലാക്കി. ഇൻഡിഗോ അത് നടപ്പിലാക്കാതെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി തുഞ്ചത്തെത്തി. ഈ നവംബർ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഡിസംബർ 1 മുതൽ ഇത് നടപ്പാക്കിയേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോഴാണ് ഇൻഡിഗോ കയറി ആക്ട് ചെയ്യുന്നത് ഷെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് അതിഭയങ്കരമായ ഇൻകൺവീനിയൻസ് ഉണ്ടാകും. മരണാവശ്യത്തിന് പോകുന്നവരുണ്ട്, ആശുപത്രിക്ക് അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരുണ്ട്, ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവരുണ്ട്, വിവാഹത്തിന് പോകുന്നവരുണ്ട്. എന്തെല്ലാം ആവശ്യങ്ങളാണ് മനുഷ്യർക്ക്. അപ്പോൾ അതിനൊക്കെ പൊതുവേ നമ്മുടെ ഇപ്പോൾ ഫോർവേഡ് ലുക്കിംഗ് മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയും, അവരൊക്കെ ഇപ്പോൾ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിലെ യാത്ര കുറച്ചു. എന്നാൽ ട്രെയിനിൽ തിരക്ക് കുറവുണ്ടോ? ഒന്നുമില്ല, ട്രെയിനും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മൊബിലിറ്റി പൊതുവേ നമ്മളുടെ കൂടി. ട്രാവൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ സ്ഥലം കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ ഏർപ്പാടില്ല. എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഒരു വീട്ടിലുമില്ല സ്ഥലം കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ ടൂറ് പോവുക, അങ്ങനെ ഏർപ്പാടില്ല. തീർത്ഥയാത്രയുണ്ട്, ഗുരുവായൂർ പോവുക, തിരുപ്പതിക്ക് പോവുക, പഴനിക്ക് പോവുക, ശബരിമലയ്ക്ക് പോവുക, ഇങ്ങനെയുള്ള തീർത്ഥാടനം മാത്രമേ ഉള്ളൂ, അല്ലാതെയുള്ള ട്രാവലില്ല. ഇപ്പോൾ അങ്ങനെയല്ല, ആളുകൾ ഊട്ടിക്ക് പോകും, കൊടൈക്കനാലിന് പോകും, ഗോവയ്ക്ക് പോകും, ചുമ്മാ കാഴ്ച കാണാനായിട്ട് ഹൈദരാബാദിന് പോകും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ അത് കൂടിക്കൂടി വന്നു. കേരളത്തിലിപ്പോൾ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കശയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിൽ കയറി നോക്കിയാൽ മതി, എത്ര ടൂർ ഓപ്പറേറ്റേഴ്സാണെന്നറിയാമോ? വയസ്സായവരെ മാത്രം കൊണ്ടുപോകുന്നവർ, സ്ത്രീകളെ മാത്രം കൊണ്ടുപോകുന്നവർ, കുടുംബം അടച്ച് കുട്ടികളെ അടക്കം കൊണ്ടുപോകുന്നത്. ബാക്കി ബുക്കിംഗ് സംഗതി കംപ്ലീറ്റ് അവർ ചെയ്യും. യാത്ര അവർ ബുക്ക് ചെയ്യും, അവിടെ കാണാനുള്ള സ്ഥലം അവർ ബുക്ക് ചെയ്യും, അതിനുള്ള വണ്ടി അവർ ബുക്ക് ചെയ്യും. കുക്കിങ്ങിന് കേരളത്തിൽ നിന്ന് ആളെ കൊണ്ടുപോകും. കേരള ഫുഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ചോറും സാമ്പാറും തോരനും ഒക്കെ ആയിട്ട്
ഹൈദരാബാദിലും ഡൽഹിയിലും വാരാണസിയിലും ഒക്കെ കിട്ടും നിങ്ങൾക്ക്. ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ യാത്ര വർദ്ധിച്ചു. പാർഷ്യലിയെങ്കിലും ഇത്തരം ടൂറുകൾ ഫ്ലൈറ്റിലാവുകയും ചെയ്തു. ബസ്സിന് പോകേണ്ട സ്ഥലത്ത് ബസ്സിൽ, ട്രെയിനിന് പോകേണ്ട സ്ഥലത്ത് ട്രെയിനിൽ, ബാക്കി ഫ്ലൈറ്റിൽ, ഇങ്ങനെയൊക്കെയുള്ള പാക്കേജ് ടൂറുകൾ. അപ്പോൾ ഈ ഇവരുടെയൊക്കെ തിരക്കും ഇവരുടെ എല്ലാം പ്രോഗ്രാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങിയത്. ക്യാൻസൽ ചെയ്തതെന്ന് മാത്രമല്ല, അത് ആൾക്കാരെ അറിയിക്കണ്ടേ, അവരെ അറിയിച്ചില്ല. ആളുകൾ എയർപോർട്ടിൽ വന്നങ്ങ് ചാടി. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാണ് ഫ്ലൈറ്റ് ക്യാൻസൽഡ് എന്നറിയുന്നത്. എവിടെ പോകും, എന്ത് ചെയ്യും? മണിക്കൂറോളം അവിടെ നിൽക്കുന്നു, ആർഗ്യൂ ചെയ്യുന്നു, അടിപിടി നടക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, എന്തെല്ലാം ബഹളം നിങ്ങൾ ടി വിയിൽ കണ്ടു കാണും. ഇതൊക്കെ ഒരു എയർലൈനിന് ഭൂഷണമാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ഇൻഡിഗോ 3-4 തവണ അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് വന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞു. മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ. എത്ര പേർക്ക് എന്തെല്ലാം നാശനഷ്ടം ഉണ്ടായി. ഇതിനൊക്കെ ആര് കോമ്പൻസേഷൻ കൊടുക്കും? ഇൻഡിഗോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കൊടുക്കാൻ അവർക്ക് ബാധ്യതയില്ല. കാരണം നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവരൊരു 110 കണ്ടീഷൻസ്, അതിലൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളത് വായിച്ച് നോക്കാറില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യും, നമ്മൾ പോകും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ലീഗലി നിങ്ങൾക്ക് ഒരു ക്ലെയിമും അവരുടെ പുറത്ത് റേസ് ചെയ്യാൻ പറ്റില്ല. സർക്കാരാണെങ്കിൽ നോക്കുകുത്തിയായിപ്പോയി. DGCA എന്തെടുക്കുകയായിരുന്നു ഇത്രയും നാൾ? എന്നിട്ട് ഇപ്പോൾ പറയുന്നു അല്ലാതെ പുടിൻ വന്നപ്പോൾ ആ സമയം നോക്കിയിട്ട് ഇൻഡിഗോ അട്ടിമറി നടത്തി. ഇൻഡിഗോയുടെ അട്ടിമറി അതിന് മുമ്പേ തുടങ്ങിയതാണ്. 4-5 ദിവസം മുമ്പ് തന്നെ അവർ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം 100 ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് 200ആയി, 300ആയി, 400ആയി, 500ആയി, ഇങ്ങനെ കയറി പോവുകയാണ്. ഇതിനിടയ്ക്കാണ് പുടിൻ വരുന്നതും പോകുന്നതും. പുടിൻ വന്ന വാർത്ത മാറ്റിവെച്ചിട്ട് ചാനലുകളെല്ലാം ഈ എയർപോർട്ടിലെ ബഹളങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാര്യം ശരിയാണ്. ബട്ട് അതിന് മുമ്പ് പുടിൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഓപ്പറേഷൻ തുടങ്ങിയിരുന്നു. സർക്കാരിന് ക്ലിയർ സിഗ്നൽ കിട്ടിയിരുന്നു. എന്തെടുക്കുകയായിരുന്നു ഈ റാം മോഹൻ നായിഡു എന്ന് പറയുന്ന മന്ത്രി? ഇയാൾ വാസ്തവത്തിൽ ഇതിപ്പോൾ 2ാം തവണയാണ് ഈ മനുഷ്യനെ വിമർശിക്കേണ്ടി വരുന്നത്. ആദ്യം അഹമ്മദാബാദ് ഫ്ലൈറ്റ് അത് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സകല പൈലറ്റുമാരെയും കുറ്റം പറയുന്ന രീതിയിൽ അതിനകത്ത് വരികൾ എഴുതി ചേർത്തു. വൈ ഡിഡ് യു ഡൂ ദാറ്റ്? ഐ ഡിഡ്ന്റ് ഡൂ ദാറ്റ്. ഈ 2 സംഭാഷണങ്ങൾ അതിൽ ചേർത്തിട്ട് പൈലറ്റുമാരെ മൊത്തം മാറ്റിച്ചു. അതുകൂടാതെ ബോയിങ് കമ്പനിയുടെ കുറ്റമില്ല എന്നും ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചു. ഇനി അങ്ങനെ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഡിപ്ലോമാറ്റിക്കായിട്ട് വേണമായിരുന്നു റിലീസ് ചെയ്യാൻ. പക്ഷേ അത് റിലീസ് ചെയ്തത് ആദ്യം അമേരിക്കയിൽ റിലീസ് ചെയ്തു. അമേരിക്കൻ ടൈമിനാണ് അത് പ്രത്യക്ഷപ്പെട്ടത്. ഞാനിത് അന്ന് കവർ ചെയ്തതാണ്. പോട്ടെ, അത് സംഭവിച്ചു പോയ ഒരു പിഴവാണെന്നൊക്കെ വിചാരിക്കാം നമുക്ക്. അതിൻ്റെ ഫുൾ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടുമില്ല. ഇപ്പോൾ ഇത് 2ാമത്. ഈ പ്രശ്നം മൂർധന്യത്തിലെത്തി, എല്ലാം വഷളായി, ആളുകളുടെ ലഗേജ് കൊണ്ട് എയർപോർട്ടിൽ നിൽക്കപ്പൊറുതിയില്ലാതെയായി. പിന്നെ ആൾക്കാർ വന്ന് ചാടുന്നു. ബുക്ക് ചെയ്തവർ വന്ന് ചാടുകയാണ്. ക്യാൻസൽ ചെയ്യുന്ന അവരറിയുന്നില്ല. അവർക്കൊരു SMS പോലും കൊടുത്തിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല ആരോടും. ഈ വന്ന ആൾക്കാരെ മുഴുവൻ ചുറ്റുമുള്ള ഹോട്ടലിൽ താമസിപ്പിക്കാൻ പോകുന്നു. ഹോട്ടലുകാരെന്ത് ചെയ്തു? അവർ റേറ്റ് വർദ്ധിപ്പിച്ചു. ഒരു ദിവസം താമസിക്കാൻ 25,000 രൂപ, 30,000 രൂപ ഒക്കെ അവർ ചാർജ് ചെയ്തു. കാരണം ഡിസ്ട്രസ് സെയിലാണ്. ഈ വന്ന ആളുകൾക്ക് എവിടെയെങ്കിലും കിടക്കണ്ടേ? എയർപോർട്ടിലെ തണുപ്പത്ത് എത്ര നേരമെന്നും പറഞ്ഞ് കിടക്കും. അപ്പോൾ കുഞ്ഞുകുട്ടി പരാതിനങ്ങളൊക്കെ ആയിട്ട് 30,000 എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു ഹോട്ടലിൽ കയറും. അത് ഹോട്ടലുകാർക്കറിയാം. ഹോട്ടലുകാർ കൊള്ളയടിക്കാൻ തുടങ്ങി. ഇവർ കുഴപ്പത്തിലായി, ഇൻഡിഗോ കുഴപ്പത്തിലായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എയർ ഇന്ത്യയും ആകാശായും നമ്മളെ സ്പൈസ് ജെറ്റും ഒക്കെ അവരുടെ റേറ്റ് വർദ്ധിപ്പിച്ചു. കൊച്ചിൻ തിരുവനന്തപുരം ഡൽഹി തിരുവനന്തപുരം 1.5 ലക്ഷം രൂപ ടിക്കറ്റിന്. എന്ത് ചെയ്യും? ഒരു നിയന്ത്രണവുമില്ല. സർക്കാരിന് എന്ത് ചെയ്യണമെന്നറിയില്ല. DGCAക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനിടയ്ക്കാണ് DGCAയുടെ കള്ളം പുറത്തു വന്ന്. DGCAക്ക് ആവശ്യത്തിന് സ്റ്റാഫില്ല. അവരൊരു സർക്കുലർ ഇറക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തോ എന്ന് പരിശോധിക്കാനായിട്ട് അവിടെ സ്റ്റാഫ് വേണ്ടേ? DGCAക്കുള്ള സ്റ്റാഫിൽ 150-300 ആൾക്കാർ കുറവാണ് എന്ന് പറയുന്നു. അങ്ങനെയും ഒരു വാർത്ത വന്നു. ഇപ്പോൾ DGCA ഈസ് നോട്ട് എഫിഷ്യൻറ്റ്. DGCAയുടെ കയ്യിലാണ് നമ്മളുടെയൊക്കെ പ്രാണൻ ഇരിക്കുന്നത്. അവരുടെ റെഗുലേഷനിലാണ് ഫ്ലൈറ്റുകളൊക്കെ ഓടുന്നത്. DGCA ഒരു ഉത്തരവാദിത്വവും കാണിച്ചില്ല. ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് ഉത്തരവാദി ആരാ? റാം മോഹൻ നായിഡു, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ. ആ മനുഷ്യനല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത്? ആ മനുഷ്യൻ ജനങ്ങളോട് മാപ്പ് പറയണം. ഞാൻ ചെയ്ത കുറ്റമാണ്. അദ്ദേഹം വാസ്തവം പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം.
അങ്ങേര് ഉഴപ്പനായതുകൊണ്ടാണ് ഇതെല്ലാം ഉഴപ്പിപ്പോയത്. ഹീ ഈസ് സ്ക്വയർലി റെസ്പോൺസിബിൾ ഫോർ ദിസ് മെസ്. ഹീ ന്യൂ എവറിത്തിങ് 1.5 years ബാക്ക്. 18 മാസം മുമ്പെങ്കിലും ആ മനുഷ്യനെ അറിയാം ഇതിങ്ങനെയൊക്കെ പോകാൻ പോവുകയാണെന്ന്. തലയ്ക്ക് വെളിവുള്ളവനാണെങ്കിൽ അറിയാം. അതല്ല സുഖലോലുവനായിട്ട് തെക്കുവടക്ക് നടക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ സാക്ക് ചെയ്യണം മന്ത്രിസഭയിൽ നിന്ന്. പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. മന്ത്രി TDPയുടെയാണ്. മോദി എന്ത് ചെയ്യും? TDPയുടെ ചന്ദ്രബാബു നായിഡു ഈ രാംമോഹൻ നായിഡുവിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ല ഫോഴ്സിബിളി പ്രധാനമന്ത്രി ഇടപെട്ട് ഇയാളെ കൊണ്ട് രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ റെപ്രിക്കഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും ഒന്ന് ആലോചിക്കേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾ, ജനപിന്തുണ അസാമാന്യനായിട്ടുള്ള ആൾ, ചില സ്ഥലത്ത് നിസ്സഹായനായി പോകുന്ന കാഴ്ച. അതും ഇതുപോലത്തെയുള്ള ചെറുപ്പക്കാരനാണ്. വലിയ പൊട്ടുമൊക്കെ തൊട്ടാണ് ഈ നായിഡുവിൻ്റെ നടപ്പ്. ബട്ട് തലയ്ക്കകത്തൊന്നുമില്ല, തലയ്ക്ക് പുറത്ത് നെറ്റിയിൽ ഈ പൊട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ നോക്കാനും ചോദിക്കാനും പറയാനും ആരുമില്ലേ. DGCA ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. ഗവൺമെൻറ് ഫോം ചെയ്യുന്നതാണ്. പക്ഷേ ഗവൺമെൻറ് അതിൻ്റെ പുറത്ത് യാതൊരു കൺട്രോളും ഇല്ല. പഴയ DGCA ചെയർമാൻ TV-യിൽ വന്നിട്ട് പറഞ്ഞു, ആരിഫ് മുഹമ്മദ് ഖാൻ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിരുന്ന കാലത്താണ് ഞാൻ DGCA ചെയർമാനായിരുന്നത്. എന്നെ ചെയർമാനാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടിട്ട് പറഞ്ഞു, DGCയുടെ ചെയർമാനാകാൻ എനിക്ക് സമ്മതമാണ്, പക്ഷേ അങ്ങ് ഒരു കാര്യത്തിൽ ഇടപെടരുത്. ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു, ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല, പക്ഷേ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കണം. നടന്നില്ലെങ്കിൽ എൻ്റെ വിശ്വരൂപം നിങ്ങൾ കാണും. ശരി എന്ന് പറഞ്ഞ് കരാറാക്കി ഇദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാനിരുന്ന പീരീഡിൽ ഒരൊറ്റ തവണ എന്തെങ്കിലും ആവശ്യത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഫോൺ എനിക്ക് വരണമല്ലോ, വന്നില്ല. ഒരു രീതിയിലുള്ള ഇൻ്റർഫറൻസും ഉണ്ടായില്ല. പൂർണ്ണ ഫ്രീഡമായിരുന്നു. ആ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞാനും 24 hours ഈ ചുമതലയിൽ ശ്രദ്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് അത് സക്സസ്ഫുള്ളായി ആ പീരീഡ്. ഇതൊക്കെ 24 hours ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വിമാനങ്ങൾ 24 hours പറന്നുകൊണ്ടിരിക്കുകയല്ലേ. വിമാന കമ്പനികൾക്ക് ലാഭം വേണം. വിമാനം നിങ്ങൾ നോക്കൂ, വിമാനം ആകാശത്തിരിക്കുമ്പോഴാണ് അത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്, ലാഭമുണ്ടാക്കുന്നത്. ഭൂമിയിൽ അതിൻ്റെ ടയർ ടച്ച് ചെയ്യുന്ന നിമിഷം നഷ്ടം തുടങ്ങുകയാണ്. ആ റൺവേയുടെ ചാർജ്, പാർക്കിംഗ് ഫീസ്, ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ അടിക്കാനുള്ള ചാർജ്, എയറോ ബ്രിഡ്ജിൻ്റെ ചാർജ്, മെയിൻ്റനൻസിൻ്റെ ചാർജ്, ആ ചാർജ്, ഈ ചാർജ്. നമ്മുടെ എയർപോർട്ടുകൾ വിമാനങ്ങളെ ശരിക്ക് കൊള്ളയടിക്കുന്നുണ്ട്, നന്നായിട്ട് കൊള്ളയടിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു രസികൻ എന്നോട് പറഞ്ഞ്, നമ്മുടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ലുലു മാൾ, അതിനോട് ചേർന്ന് 2 റൺവേ. ഇതാണ് നമ്മുടെ എയർപോർട്ടുകൾ. ഒരു മാളാണ്. അതിനകത്ത് ഭയങ്കര ഷോപ്പിംഗ് സംഗതിയൊക്കെ ആയിട്ട് 10,000-2,000 പേര് ഫ്ലൈറ്റ് കയറാൻ വന്നവർ അതിനകത്ത് ഷോപ്പിങ്ങൊക്കെ നടത്തി പിള്ളേർ കൂടെ കൂടി ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്തിട്ട് നടക്കുന്നു. ആ തൊട്ടപ്പുറത്ത് 2 റൺവേ ഉണ്ട്, അവിടെ വിമാനം വരും. അപ്പോൾ ഇവരിൽ കുറച്ച് പേര് അതിൽ കയറി പോകും, അടുത്ത വിമാനം വരും, കുറച്ച് പേര് കയറി പോകും, അപ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വരും. അപ്പോൾ ഇങ്ങനെ മാളിനോട് ചേർന്നുള്ള റൺവേ, അതാണ് നമ്മളുടെ എയർപോർട്ട് എന്നൊരു രസികരൻ. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. പല എയർപോർട്ടിലും നമ്മൾ പഴയ എയർ ഡെക്കാൻ്റെ ക്യാപ്റ്റൻ ഗോപിനാഥ് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു, ഒരു ഇഡ്ഡലിക്ക് 300 രൂപ വാങ്ങിച്ചിട്ട് ലോ കോസ്റ്റ് എയർലൈൻ എന്ന് പറയുന്നത് നാണമില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. സത്യമല്ലേ? എന്തൊരു വില എയർപോർട്ടിൽ. ആൾക്കാർ ഈ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. ഒരു ചായ കുടിക്കാൻ, കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞാൽ കാപ്പിക്ക് 100 രൂപ. ഈ പറഞ്ഞ പോലെ ഇഡ്ഡലി, മസാല ദോശ, കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് മെലിഞ്ഞിരിക്കുന്ന വലിയ തുളയുള്ള ചെറിയൊരു ഉഴുന്നോടെയും ഒക്കെ വെച്ച് നമുക്ക് തരും 379 രൂപ. ഇവിടെ ഇത് എന്ത് പണ്ടാരം? ഇതിനൊക്കെ ഇത്രയും കൂടുതൽ കാശ് മേടിക്കുന്നതിന് എയർപോർട്ടുകാർ നല്ല കാശും. അതുകൊണ്ട് എയർപോർട്ടെല്ലാം ലാഭത്തിലാണ്, എയർലൈൻസ് നഷ്ടത്തിലും. മനസ്സിലായി? ഇങ്ങനത്തെ വിചിത്രമായ ഒരു പരിപാടിയാണ് ഭാരതത്തിൽ നടക്കുന്നത്. ഇതൊക്കെ അവസാനിക്കേണ്ടത്. എത്ര എയർലൈൻസ് പൂട്ടിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കി. സഹാറ എയർലൈൻസ്, മോദി ലിഫ്റ്റ്, ദമാനിയ എയർലൈൻസ്, ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, നമ്മളുടെ കിങ്ഫിഷർ എയർലൈൻസ്. കിങ്ഫിഷർ എയർലൈൻസ് സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, വലിയൊരു കമ്പനി ആയിരുന്നില്ല അത്. എത്രയോ പേർക്ക് ജോലി കിട്ടുന്ന, എത്രയോ ഫ്ലൈറ്റ് ഉള്ളതാണ്.
അയാൾ പൊളിഞ്ഞു എന്ന് വെച്ചോ, അയാൾ കള്ളനായിരുന്നു, അയാൾ പൊളിഞ്ഞു, ശരി, അയാളെ കുറ്റവാളിയാണ്, അയാളെ പിടിക്കുകയൊക്കെ വേണം. ബട്ട് ആ കമ്പനിയോ, ആ കമ്പനി സർക്കാർ ഏറ്റെടുത്ത് നടത്തണ്ടേ? എന്നിട്ട് പ്രാപ്തിയുള്ളവരെ നോക്കിയിട്ട് അവരെ ഏൽപ്പിക്കുക. ടിൽ ദാറ്റ് ടൈം യു റൺ ദാറ്റ് കമ്പനി. സർക്കാരിൽ ഇപ്പോൾ ഈ IAS ഉദ്യോഗസ്ഥന്മാർ മാത്രമൊന്നുമല്ല, ഒരു കമ്പനി ഓടിക്കാൻ, ഒരു എയർലൈൻ കമ്പനി ഓടിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ ഇന്ത്യയിൽ ധാരാളമുണ്ട്. യു പുട്ട് ആൻ എക്സിക്യൂട്ടീവ് ആൻഡ് റൺ ദാറ്റ് ഷോ. എല്ലാത്തിനും IASൻ്റെ സഹായമൊന്നും വേണ്ട. ബട്ട് IASകാരാണെങ്കിലോ അവർ സർവജ്ഞനാണ്, എല്ലായിടത്തും അവരെ പിടിച്ചിരുത്തും. അവർ കുളമാക്കി കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷയൊന്നുമില്ല, അവർ തിരിച്ച് അവരുടെ കേഡറിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് കയറിപ്പോകും, മാളത്തിലേക്ക്. ഈ സാധനം കമ്പനി വഴിയാധാരമാകുകയും ചെയ്യും. ഇതിന് പോകാതെ എഫിഷ്യൻ്റായിട്ട് അത് റൺ ചെയ്യണമായിരുന്നു. പബ്ലിക് സെക്ടർ എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ മോദിക്ക് അറിയാം. അദ്ദേഹം ഗുജറാത്തിൽ അത് തെളിയിച്ചിട്ടുമുണ്ട്. ബട്ട് കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പല വിധത്തിലുള്ള പുൾസ് ആൻഡ് പ്രഷേഴ്സ് കൊണ്ട് എയർ ഇന്ത്യ വിൽക്കേണ്ടി വന്നു. അത് വീണ്ടും ടാറ്റയ്ക്ക് തിരിച്ചു കൊടുത്തു. പണ്ട് ടാറ്റയിൽ നിന്ന് ഏറ്റെടുത്തതാണ്. ചരിത്രം ഒന്ന് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ടാറ്റയുടെ കയ്യിലേക്ക് അത് പോയി. ബട്ട് ഇൻഡിഗോയ്ക്ക് അപ്പോഴും 60% ഏകദേശം മൊണോപ്പൊളിയാണ്, അല്ലെങ്കിൽ ഡ്യുവോപ്പൊളി എന്ന് പറയും. 2 ഭീമന്മാർ മാത്രം ഉള്ള ഒരു ബിസിനസ്. അതിലേതെങ്കിലും ഒരു ഭീമൻ വിചാരിച്ചു കഴിഞ്ഞാൽ സർക്കാരിനെ തോൽപ്പിക്കാൻ പറ്റും. ഇങ്ങനെ ഇൻഡിഗോ തോൽപ്പിച്ച കഥയാണ്, അല്ലെങ്കിൽ ചരിത്രമാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടതും ഇപ്പോഴും തീരാതെ നിൽക്കുന്നതും. ഇപ്പോഴും പൂർണ്ണമായിട്ട് തീർന്നിട്ടൊന്നുമില്ല. സർക്കാർ DGCയുടെ സർക്കുലർ പിൻവലിച്ചു ഇൻഡിഗോയെ ഭയന്നിട്ട്. എന്നിട്ടാണ് നോർമൽസി ഇപ്പോൾ റിട്ടേൺ ചെയ്യുന്നത്. സർക്കാരിന് വെച്ച കാലം പുറകോട്ട്, അതും സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള റെഗുലേഷൻസ് മാറ്റി വയ്ക്കേണ്ടി വരുന്നു, പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുന്നു, പിന്നത്തേക്ക് നോക്കാം എന്ന് പറയിപ്പിക്കുന്നു ഇൻഡിഗോ. അങ്ങനെ സർക്കാരിനെ ചെവിക്ക് പിടിച്ച് അവരുടെ കാര്യം കാണുന്നു. മഹാമോശമല്ലേ ഇത്? കഷ്ടമല്ലേ ഇത്? ഇതുപോലെ ഒരവസ്ഥ, മൊണോപ്പൊളി അവസ്ഥ നമ്മളുടെ മൊബൈൽ രംഗത്ത് വന്നിരുന്നു. മൊബൈൽ രംഗത്ത് വോഡാഫോൺ, ഐഡിയ വോഡാഫോണിലെ വോഡാഫോൺ ഭീമമായ 10,000 കോടി രൂപ സർക്കാരിൽ അടയ്ക്കാനുണ്ട്. ഇത് അടയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞ് കേസുമൊക്കെ ആയിട്ട് പോയി. അപ്പോഴത്തേക്ക് അതിൻ്റെ പലിശ പെരുകി. ഫൈനലി സുപ്രീം കോർട്ട് പറഞ്ഞു മര്യാദയ്ക്ക് കാശടയ്ക്കണമെന്ന്. കാശടച്ചാൽ വോഡാഫോൺ പൊളിഞ്ഞ് പിച്ചപ്പാളയെടുക്കും. എംപ്ലോയീസ് മുഴുവൻ വഴിയാധാരമാകും, സിസ്റ്റം തന്നെ കുഴപ്പത്തിലാകും. സർക്കാർ എന്ത് ചെയ്തു? തരാനുള്ള കാശ് ഇക്വിറ്റിയാക്കി, ഷെയറാക്കി മാറ്റാൻ പറഞ്ഞു. ഇപ്പോൾ ഐഡിയ വോഡാഫോണിൻ്റെ 48.9% ഷെയറുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്. ആക്ച്വലി പൈസ കിട്ടിയില്ല, അത് ഷെയറായിട്ട് കൺവേർട്ട് ചെയ്തു. ബട്ട് സ്റ്റിൽ ഐഡിയ വോഡാഫോണിനെ ജീവനോടെ നിലനിർത്തി. അതുകൊണ്ട് ഐഡിയ വോഡാഫോൺ, എയർടെൽ, BSNL, ജിയോ ഇത്രയും മൊബൈൽ കണക്ഷൻസ് നമുക്കുണ്ട്. അതേസമയം ജിയോ വന്ന വരവ് ഓർമ്മയുണ്ടല്ലോ, എല്ലാം ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ബാക്കിയുള്ളവരെ എല്ലാം, നിങ്ങൾ ഓർക്കണുണ്ടോ? ഡോകോമോ, ടാറ്റ ഡോകോമോ എന്ന് പറഞ്ഞിട്ട് സർവീസ് പ്രൊവൈഡർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ? മരിച്ചുപോയി. പലരും മൊബൈൽ രംഗത്ത് പലരുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. എയർലൈൻസ് രംഗത്ത് മറ്റ് എയർലൈനുകൾ മരിച്ചുപോയി. ഇങ്ങനെ വ്യവസായങ്ങൾ മരിച്ചു പോകാൻ അനുവദിക്കാൻ പാടില്ല. അത് മിസ്മാനേജ്മെൻ്റ് ആണെങ്കിൽ അത് ബ്രീഫ്ലി ടേക്ക് ഓവർ ചെയ്തിട്ട് മാനേജ്മെൻറ്റ് ശരിയാക്കിയിട്ട് പിന്നെ നിങ്ങൾ വീണ്ടും പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്തു. നിങ്ങൾ സർക്കാർ ഇതും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യണം. ആ എഫിഷ്യൻസി ഈ പറഞ്ഞ റാം മോഹൻ നായിഡുവിന് ഇല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. മോദിയുടെ ഇപ്പോഴത്തെ ധർമ്മസങ്കടം ഈ റാം മോഹൻ നായിഡുവിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അയാളെ ഇരുത്തിക്കൊണ്ട് ഇത് നന്നാക്കാൻ പറ്റില്ല. അയാളെ കളയാൻ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭ ആയതുകൊണ്ട് എന്തൊക്കെയോ ഡെലിക്കസി ഉണ്ട് താൻ. ചുരുക്കി പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ പെർഫോമൻസിന്, ശീഘ്രഗതിയിലുള്ള പെർഫോമൻസിൻ്റെ കഴുത്തിൽ കെട്ടിയ വലിയൊരു കല്ലായിട്ട് ഈ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി മാറിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ചരിത്രം. അതേസമയം ഇത് മനഃപൂർവ്വമായ ഒരു അട്ടിമറിയാണോ? പുടിൻ വരുമ്പോൾ ഇവിടെ ആഭ്യന്തര കുഴപ്പം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തർക്കിക്കാമെന്നേ ഉള്ളൂ. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഡേറ്റ് വെച്ച് അങ്ങനെ തർക്കിക്കാം. 2020 ട്രംപ് വരാൻ നേരത്ത് ഡൽഹി കലാപം നടന്നു. നെതന്യാഹു വരുമെന്ന് പറയുന്നു, ഡൽഹിയിൽ ബോംബ് പൊട്ടി. ഇപ്പോൾ പുടിൻ വന്നു, ഫ്ലൈറ്റ് എല്ലാം കൂടെ അലമ്പായി. ആ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് അട്ടിമറിയാണെന്നൊക്കെ നമുക്ക് വാദിക്കാൻ പറ്റും. ബട്ട് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു
ഒരാശയം അതിൻ്റെ പുറകിൽ കളിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു ആശയം കളിച്ചെങ്കിൽ സർക്കാർ ഇങ്ങനെ കീഴടങ്ങി കൊടുക്കുകയുമില്ല. ഇതിപ്പോൾ സംഭവിച്ചത് മൊണോപ്പൊളി അവരുടെ കയ്യിലായി, മേജർ റൂട്ട്സ് എല്ലാം ഇൻഡിഗോയുടെ കയ്യിലായി. അവർ പണിമുടക്ക് പ്രഖ്യാപിച്ചതൊന്നുമല്ല, അവരെ ഒരു ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്താൽ മതി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ കൊച്ചിൻ ഡൽഹി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഫ്ലൈറ്റെല്ലാം ക്യാൻസലാകുമല്ലോ. ഡൽഹി ലക്നൗ ക്യാൻസലാകും, ലക്നൗ പാറ്റ്ന ക്യാൻസലാകും, പാറ്റ്ന കൽക്കട്ട ക്യാൻസലാകും, കൽക്കട്ട ഗുവാഹത്തി ക്യാൻസലാകും, എല്ലാം ക്യാൻസലാകും. ഈ ക്യാൻസലേഷനൊക്കെ മണിക്കൂറുകളുടെ ഇടവേളയ്ക്ക് ഇവർ അനൗൺസ് ചെയ്യും, എയർപോർട്ടിൽ അനൗൺസ് ചെയ്യും, പാസഞ്ചേഴ്സിനെ അറിയിക്കുകയില്ല. ശുദ്ധ തെമ്മാടിത്തരമാണ് ഇൻഡിഗോ ചെയ്തത്, പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ സിസ്റ്റം റീബൂട്ട് ചെയ്യണമായിരുന്നു, എന്ന് വെച്ചാൽ ഒന്നേന്ന് തുടങ്ങണമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് ഇൻഡിഗോയ്ക്കും അറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇൻഡിഗോ പാർട്ട് ബൈ പാർട്ടായിട്ട് പതുക്കെ ഇത് ചെയ്തില്ല? ചെയ്യാൻ അവർക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. കാരണം പൈലറ്റുമാരെ എടുത്താൽ അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ, അപ്പം ചിലവ് കൂടുതലേ. അത് അവരിഷ്ടപ്പെടുന്നില്ല. മറ്റ് സ്റ്റാഫിനെ കൂടെ എടുക്കും. പൈലറ്റുമാരെ മാത്രം എടുത്താൽ പോരാ, ബാക്കി പാരഫെർണാലിയ ഒരുക്കണം, അവർക്കുള്ള റൂം, അവർക്കുള്ള താമസം, ഇതൊക്കെ ആയിട്ട് ചിലവ് ഒരുപാടുണ്ട്. ശമ്പളം മാത്രമല്ല, അനാമത്ത് ചിലവ് വേറെയും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അവർ പൈലറ്റുമാരെ ഹയർ ചെയ്തില്ല. പല പൈലറ്റുമാരും ജോലിഭാരം താങ്ങാനാവാതെ രാജിവെച്ചവരുണ്ട്. കാരണം ഏത് ജോലി പൈലറ്റ് എൻജോയ് ചെയ്ത് ആ ജോലി ചെയ്യണമല്ലോ. പൈലറ്റ് ഹാസ് ടു ബി ഇൻ ഗുഡ് മൂഡ് ഓൾവേസ്. അപ്പോൾ അത് അയാൾക്ക് കുറേ കാശ് കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോരാ. അയാളുടെ തളർച്ച, മാനസികാവസ്ഥ, ഇതൊക്കെ ഫ്ലൈറ്റിൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും, സെക്യൂരിറ്റിയെ, സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. വെറുതെ പണം വാരിക്കോരി കൊടുത്തും ആരും നല്ലതായിട്ട് ജോലി ചെയ്യാൻ പോകുന്നില്ല. പണം തീരെ കുറവാണെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നില്ല. ഓപ്റ്റിമം സാലറി കൊടുത്തു വേണം ആൾക്കാരെ കൊണ്ട് ജോയിൻ. ഇതൊക്കെ യൂണിവേഴ്സലി അറിയാവുന്ന പ്രിൻസിപ്പിൾസാണ്. ഞാനിതൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുന്നവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇങ്ങനെ എന്തിനേതൊക്കെ പറയുന്നത് എന്ന് തോന്നും. അത്രയ്ക്ക് വ്യാപകമായിട്ട് അറിവുള്ള കാര്യങ്ങളാണിതെല്ലാം. എങ്ങനെയാണ് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഡിഗോയ്ക്കും ഇത് അറിയാഞ്ഞിട്ടല്ല. ഇൻഡിഗോ വാസ്തവത്തിൽ ഈ ട്വിസ്റ്റിംഗ് ദ ആംസ് എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ, കൈപിടിച്ച് തിരിക്കുക എന്ന് മലയാളം വെച്ചാൽ ചെവിക്ക് പിടിക്ക് ചെയ്യിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് ആ സർക്കുലർ പിൻവലിപ്പിച്ചു ഇൻഡിഗോ. എന്നിട്ട് വി ആർ അറ്റൈനിങ് നോർമൽസി, വി ആർ സോറി, വി അപ്പോളജൈസ് എന്നൊക്കെ പറഞ്ഞു. മന്ത്രി ഇതുവരെ അപ്പോളജി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. മന്ത്രിയാണ് അപ്പോളജൈസ് ചെയ്യേണ്ടത്, മന്ത്രിയാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്, മന്ത്രിയാണ് രാജിവെക്കേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. ബട്ട് ആ രാജി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഡൈനാമിക്സ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയെങ്കിലും ഇത് നേരെ ആവട്ടെ. മൊണോപ്പൊളി ആർക്കും വരാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ നമുക്ക് MRTP ഉണ്ടായിരുന്നു, മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, അത് അതോറിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. വാട്ട് ദേ വെയർ ഡൂയിങ് ഐ ഡോണ്ട് നോ. DGCA എന്ത് ചെയ്തു ഐ ഡോണ്ട് നോ. സിവിലിയേഷൻ മിനിസ്ട്രി എന്ത് ചെയ്തു ഐ ഡോണ്ട് നോ. ഇൻഡിഗോ എന്ത് ചെയ്തു ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു, ഐ ഹാവ് ടോൾഡ് യു വാട്ട് ദ ഗെയിംസ് ദേ പ്ലേഡ്, വിച്ച് വാസ് അബ്സല്യൂട്ട്ലി അൺബിക്കമിങ് ഓഫ് എ റെസ്പോൺസിബിൾ എയർലൈൻസ്. ഇതിൽ കൂടുതൽ എന്താ പറയുക. ഏതായാലും ഏറ്റവും വേഗം കാര്യങ്ങൾ ശരിയാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. താങ്ക് യു.